തമിഴകം മാത്രമല്ല രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജനനായകൻ. സെൻസർ നടപടി പൂർത്തിയാകാത്തതിനാൽ ജനനായകൻ റിലീസ് നീളുകയാണ്. ഏപ്രിൽ 30-നുള്ളിലും ചിത്രം തിയേറ്ററുകളിൽ എത്തില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജനനായകൻ. രാജ്യത്തിന് പുറത്തും ആരാധകരുള്ള വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനാൽ അദ്ദേഹത്തിന്റെ അവസാന സിനിമയാണ് ജനനായകൻ എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഹൈപ്പ് ചിത്രത്തിന് കിട്ടിയത്. ജനുവരി 9-ന് റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും സെൻസർ നടപടി പൂർത്തിയാക്കാത്തതിനാൽ ജനനായകൻ റിലീസ് നീളുകയാണ്. ഏപ്രിൽ 30-നുള്ളിലും ജനനായകൻ തിയേറ്ററുകളിൽ എത്തില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കനേഡിയൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ യോക് സിനിമാസ് ആണ് ജനനായകന്റെ റിലീസ് സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റ് നൽകിയത്. 2026 ഏപ്രിൽ 30-ന് മുമ്പ് ജനനായകൻ റിലീസ് ഉണ്ടാകില്ലെന്നാണ് യോക് സിനിമാസ് അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് യോക് സിനിമാസ് പുറത്തുവിട്ടത്. പുതിയ അപ്ഡേറ്റിൽ ആരാധകർ നിരാശയിലുമാണ്. അതിനിടെ കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സെൻസർ ബോർഡിനെതിരായ ഹർജി ജനനായകൻ സിനിമയുടെ നിർമ്മാതാക്കൾ പിൻവലിച്ചിട്ടുമുണ്ട്. വിജയുടെ അവസാന ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിന്റേതാണ് നിർണായക നീക്കം. കേസുമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാമെന്നും നിർമ്മാതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർമ്മാതാക്കളുടെ അഭിഭാഷകന് കത്ത് നൽകിയിട്ടുമുണ്ട്. കോടതിയിലെ നിയമ പോരാട്ടം തുടർന്നാൽ റിലീസ് അനിശ്ചിതത്വം തുടരുമെന്നതാണ് നിർമ്മാതാക്കളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി സിംഗിൾ ബെഞ്ചിൽ അപ്പീൽ നൽകിയാൽ നടപടികൾ ആരംഭിക്കാൻ തന്നെ ചുരുങ്ങിയത് 20 ദിവസമെങ്കിലും എടുത്തേക്കും. അതിനുശേഷം സെൻസർ ബോർഡിന് 8 ആഴ്ച വരെ സമയം നൽകാൻ കോടതിക്ക് സാധിക്കും. സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവുണ്ടായാൽ അത് സെൻസർ ബോർഡ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും നീളും. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കാനാകുമെന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. തമിഴ്നാട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തീയതി പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അപ്പോൾ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് ഇത് കടക്കും. അങ്ങനെ വന്നാൽ ചിത്രം നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലേക്ക് നീളും. തിരഞ്ഞെടുപ്പിൽ TVKയ്ക്ക് തിരിച്ചടി നേരിട്ടാൽ വിജയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ടാണ് ഏപ്രിൽ വരെ ജനനായകൻ എത്തില്ലെന്ന് യോക് സിനിമാസ് അറിയിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.